ഈ ബോട്ടിൽ കിടന്ന് തുള്ളിച്ചാടുന്നത് എന്താണെന്ന് കണ്ടിട്ട് മനസ്സിലായോ? ഇതൊരു കുഞ്ഞു തവളയാണ് കേട്ടോ. നാളെ രാവിലെ മീൻ പിടിക്കാൻ പോവാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരമേ വയലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ നാളെ ഈ തവളയെ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാവും. അപ്പോൾ ഇന്നും രണ്ടുപേരും കൂടെ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നല്ല സിലോപ്പി മീനാണ് കേട്ടോ കിട്ടിയത്. അത്യാവശ്യം നല്ല വലിയ മീനാണ്. അങ്ങനെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പുരട്ടിയിട്ട് നേരെ ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പുറത്തെടുത്തതേ ഉള്ളൂ. നമുക്കിവിടെ വേണമെങ്കിൽ ഒരുപാട് കായൽ മീൻ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. പക്ഷെ ഇവർക്ക് അതൊന്നും ഇഷ്ടമല്ല. ചൂണ്ടയിൽ മീൻ പിടിച്ചിട്ട് നല്ല പെടയ്ക്കണ മീനിനെ കൈകൊണ്ട് കട്ട് ചെയ്യാനാണ് ഇവർക്ക് ഇഷ്ടം. അതൊരു പ്രത്യേകതരം വട്ടായിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നൈറ്റൊക്കെ ആയപ്പോഴത്തേക്കും ഗ്രില്ലിൻ്റെ സെറ്റപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫിഷിൻ്റെ മാഗ്നേറ്റ് ചെയ്ത മസാല വന്നിട്ട് ആദർശ് ചേട്ടൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു മാഗ്നേറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ റെസിപ്പി ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇനിയൊരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ റെസിപ്പീസൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും വാഴയിലേക്ക് വെച്ചിട്ടാണ് കേട്ടോ ഗ്രില്ല് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണെന്ന് ഇവരൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാനൊന്നും കഴിക്കാറില്ല, എനിക്കിഷ്ടമല്ല കേട്ടോ. എത്ര മസാലയൊക്കെ ചേർത്താലും എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷെ കരിമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ.